നമ്മുടെ യാത്രകൾ പലപ്പോഴും മനോഹരമായ കാഴ്ചകൾ തേടിയുള്ളതാണ്. എന്നാൽ കന്യാകുമാരി ജില്ലയിലെ മുപ്പന്തൽ എന്ന ഗ്രാമത്തിലൂടെ കടന്നുപോകുമ്പോൾ ലഭിക്കുന്ന അനുഭവം വെറുമൊരു കാഴ്ചയല്ല. അത് പ്രകൃതിയുടെ വന്യമായ കരുത്തിന് സാങ്കേതികവിദ്യ എങ്ങനെ മെരുക്കിയെടുക്കുന്നു എന്നതിന്റെ വലിയൊരു സാക്ഷ്യപത്രമാണ്. തമിഴ്നാടിന്റെ തെക്കേ അറ്റത്ത് പശ്ചിമഘട്ട മലനിരകളുടെയും അറബിക്കടലിന്റെയും സംഗമഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന ഈ പ്രദേശം ഇന്ന് ഇന്ത്യയുടെ വിൻഡ് ക്യാപിറ്റൽ എന്നാണ് അറിയപ്പെടുന്നത്. ദേശീയപാത 44 ലൂടെയുള്ള യാത്രയിൽ കാവൽ കിണർ പിന്നിടുന്നതോടെ അന്തരീക്ഷത്തിലെ താളം മാറുന്നത് നമുക്ക് അനുഭവപ്പെടും. വശങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന പടുകൂറ്റൻ കാറ്റാടി യന്ത്രങ്ങൾ, വിൻഡ് ടർബൈൻസ് ഒരേ താളത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ ഏതോ അന്യഗ്രഹത്തിൽ എത്തിയതുപോലെ തോന്നിപ്പോകാം. കിലോമീറ്ററുകളോളം പരന്നുകിടക്കുന്ന ഈ വിൻഡ് ഫാം വെറുമൊരു കൗതുകമല്ല, മറിച്ച് 1500 മെഗാവാട്ടിലധികം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഊർജ്ജ സ്രോതസ്സുകളിൽ ഒന്നാണ്. മുപ്പന്തലിനെ ഈ പദവിയിലേക്ക് എത്തിച്ചത് ഇവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ്. പശ്ചിമഘട്ട മലനിരകളിലെ ആരൽവായ്മൊഴി എന്ന മലയിടുക്കിലൂടെ അതിശക്തമായ കാറ്റാണ് വർഷത്തിലുടനീളം വീശുന്നത്. ഒരു പ്രത്യേക ഫണൽ എഫക്ട് വഴി കാറ്റിന്റെ വേഗത വർദ്ധിപ്പിക്കുന്ന ഈ പ്രകൃതി പ്രതിഭാസത്തെയാണ് നമ്മൾ ഈ വിൻഡ് ടർബൈനുകൾ വഴി പ്രയോജനപ്പെടുത്തുന്നത്. ഏകദേശം 1980-കളിൽ തമിഴ്നാട് എനർജി ഡെവലപ്മെന്റ് ഏജൻസിയും ടെഡ വിദേശ സഹകരണത്തോടെയും തുടക്കം കുറിച്ച ഈ സ്വപ്ന പദ്ധതി ഇന്ന് ആയിരക്കണക്കിന് ടർബൈനുകളുള്ള ഒരു വലിയ വനമായി മാറിയിരിക്കുന്നു. മലിനീകരണമില്ലാത്ത ശുദ്ധമായ ഊർജ്ജം എന്ന വലിയ സന്ദേശമാണ് മുപ്പന്തൽ ലോകത്തിന് നൽകുന്നത്. സാധാരണ ഒരു താപവൈദ്യുതി നിലയം ഇത്രയും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷക്കണക്കിന് ടൺ കൽക്കരി കത്തിക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ ഇവിടെ പ്രകൃതിക്ക് ഒരു ദോഷവും വരുത്താതെ കാറ്റിന്റെ ശക്തിയിൽ നിന്ന് മാത്രം ലക്ഷക്കണക്കിന് വീടുകളിലേക്ക് വെളിച്ചമെത്തുന്നു. സുസ്ലോൺ, വെസ്റ്റാസ് തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ സാങ്കേതിക മികവ് ഇവിടെ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും. ഒരു സഞ്ചാരിയെ സംബന്ധിച്ച് മുപ്പന്തൽ ഒരു വിഷ്വൽ ട്രീറ്റാണ്. പ്രത്യേകിച്ച് മൺസൂൺ കാലങ്ങളിൽ കോടമഞ്ഞ് മൂടിയ മലനിരകളെ പശ്ചാത്തലമാക്കി നിൽക്കുന്ന കാറ്റാടി യന്ത്രങ്ങളുടെ ദൃശ്യം ഏതൊരു ഫോട്ടോഗ്രാഫറെയും കൊതിപ്പിക്കും. സൂര്യോദയത്തിലോ അസ്തമയത്തിലോ ഈ പ്രദേശത്തെ ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ ലഭിക്കുന്ന ഭംഗി വിവരണാതീതമാണ്. വ്ളോഗർമാർക്ക് ഈ സ്ഥലത്തിന്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ചും പ്രകൃതി ഭംഗിയെക്കുറിച്ചും മണിക്കൂറുകളോളം സംസാരിക്കാനുള്ള വകയുണ്ട്. ചുരുക്കത്തിൽ, മുപ്പന്തൽ വെറുമൊരു വൈദ്യുതി നിലയമല്ല, അത് മനുഷ്യന്റെ ഇച്ഛാശക്തിയും പ്രകൃതിയുടെ കനിവും ഒത്തുചേരുമ്പോൾ സംഭവിക്കുന്ന വിസ്മയമാണ്. കന്യാകുമാരിയിലേക്കുള്ള അടുത്ത യാത്രയിൽ ആ വെളുത്ത ചിറകുകൾക്ക് താഴെ ഒരു നിമിഷം നിന്ന് ആ ഇരമ്പൽ ഒന്ന് കേട്ടുനോക്കൂ. പ്രകൃതിയുടെ സംഗീതം നിങ്ങൾക്കിവിടെ അനുഭവിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു യാത്രയുമായി വീണ്ടും കാണാം.